ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കേരള സ്റ്റൈൽ മട്ടൺ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു 4-5 ഉള്ളി ചോപ്പ് ചെയ്തെടുത്തു, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 5 പച്ചമുളക് നടുവിൽ കീറിയത്. ഇനി ഇതിലെ മെയിൻ ഹീറോ ആയ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും 1 കപ്പ് വീതം ഉണ്ടാക്കി മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് 2 എണ്ണം കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയിൽ 7-8 കാഷ്യൂസും ഒരു പൊടിക്ക് വെള്ളവും ഇട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇനി ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മൾ ഡ്രൈ സ്പൈസസും നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും ഇടുക. ഉള്ളിനെ ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്തുന്നുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വീണ്ടും സോട്ടേ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും മട്ടൺ ആഡ് ചെയ്യാൻ ടൈമായി. എന്നിട്ട് അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം മട്ടൺ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച 2-ാം പാലില്ലേ, അത് കുക്കറിലേക്ക് ഒഴിച്ച് ഒരു 10-12 വിസിൽസ് വരെ കുക്ക് ചെയ്യുക. 10-12 വിസിൽസ് ആകുമ്പോഴേക്കും കുക്കറിൻ്റെ ലിഡ് തുറന്നിട്ട് മട്ടൺ വെന്തിട്ടുണ്ടോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും ഇട്ട് വീണ്ടും ഒരു വിസിൽ കൊടുത്തു. ഇനി കുക്കറിൻ്റെ ലിഡ് തുറന്നിട്ട് ഒരു ബോയിൽ വരുമ്പോഴേക്കും 1-ാം പാൽ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു തിള വരാനാവുമ്പോഴേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കോക്കനട്ട് കാഷ്യൂ മിക്സ്ചറില്ലേ, അതും കൂടി അതിലിട്ട് നന്നായി സ്റ്റിർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സ്റ്റ്യൂവിൻ്റെ വറവിന് വേണ്ടിയിട്ട് പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് കുക്കറിലേക്ക് ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ്ലി കുറച്ച് കുരുമുളക് പൊടിയും നാരങ്ങാ നീരും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാതെ നന്നായി അടച്ചു വെക്കാൻ കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലേവേഴ്സൊക്കെ അതേപോലെ ഇൻടാക്റ്റ് ആയിരിക്കും. ഇനി കുക്കറിന് ലിഡ് തുറന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് ഈ കറി മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഇതേപോലെ സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നമ്മൾ മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഒരു അഡാർ ഐറ്റമാണ് കേട്ടോ ഇത്. സോ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. Until then, bye-bye. Take care.